ഈ അടുത്ത ദിവസവും മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന നമ്മുടെ സെബി ചെയർപേഴ്സണെതിരെ നമ്മുടെ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള പാർട്ടികളെല്ലാവരും സമരം ചെയ്യുന്നത് കാണുന്നുണ്ടായി. ഡൽഹിയിൽ വലിയ പ്രൊട്ടസ്റ്റ് നടന്നു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലടക്കം DIG ഓഫീസുകൾ മാർച്ച് നടത്തി. ഇങ്ങനെയുള്ള എല്ലാവിധ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ റിസ്ക് ഫാക്ടറിൽ പെട്ടതാണ് നമ്മളുടെ ഫണ്ടിനെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടിനെ മാനേജ് ചെയ്യുന്ന ഒരു കക്ഷി എന്ന് പറയുന്നത് മറ്റു പല സ്കാമുകളിൽ ഉൾപ്പെടാനുള്ള ചാൻസ്. നമുക്കറിയാം മാധവിപുരി ബുച്ച് എന്ന് പറയുന്നതും അദാനിയുടെ മകനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. മാധവിപുരി ബുച്ചിന്റെ മകളെയാണ് അദാനിയുടെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. സോ അതെല്ലാം ഫാമിലി മാറ്റേഴ്സ് ആണെന്ന് കരുതി നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ ഇവിടെ പിണറായി വിജയന്റെ മകളെയാണ് മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇവന്റ് അല്ല. അതല്ലാതെ അതൊരു ഫാമിലി ഇവന്റ് ആയിട്ടും അവരുടെ പേഴ്സണൽ തിങ്സ് ആയിട്ടും ഒക്കെ നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരു വിഷയം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെയും അതുപോലെ തന്നെ അവരുടെ ഫണ്ടുകളുടെയും ഫ്ലോ ഇൻ ടു അദാനി കമ്പനീസ് ഇതിനെ മാനേജ് ചെയ്യുന്നതും ആരാണെന്നുള്ള വളരെ വിചിത്രമായ ഒരു കാഴ്ച നമുക്ക് കാണാം. അതായത് 2015 മാധവിപുരി ബുച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ട്, ഈ ഫണ്ട് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് അത് അവരുടെ ഫാമിലി ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് ആണെന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് അദാനിയുടെ അനിയൻ വിനോദ് അദാനി 42 ഓഫ് ഷോർ കമ്പനികളുടെയും അതുപോലെ തന്നെ 13 ഒപ്പാക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലിനെയും ഫണ്ടുകളെല്ലാം എത്തിച്ചേരുന്നതും ഈ അദാനി കമ്പനികളിലേക്കാണ്. ഇങ്ങനെ അദാനി കമ്പനിയിലേക്ക് ഓവറായിട്ടുള്ള ഫണ്ട് ഫ്ലോനെയാണ് ഒരിക്കൽ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അത് ഒരു സ്കാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന ആള് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ സെബി ചെയർപേഴ്സണായി എത്തുന്നതിന് മുമ്പ് അവർക്ക് പലതരത്തിലുള്ള ബിസിനസ്സസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മോഡൽസ് ഉണ്ടാവും. ഇതെല്ലാം ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെയും അല്ലെങ്കിൽ ആരുടെ കയ്യിൽ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ ഒരു ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വെൽത്തിനെയും അവരുടെ ഇൻകത്തെയും അവരുടെ ബിസിനസിനെയും അവർക്കുള്ള ബന്ധങ്ങളെയും എല്ലാം സ്ക്രൂട്ടൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കിയപ്പോൾ അദാനിയുമായി വലിയൊരു കണക്ഷൻ ഈ മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടാവുകയും അവരുടെ ഒരുപാട് ഫണ്ട് അദാനി കമ്പനികളിലേക്ക് ഒഴുകുകയും ചെയ്തു. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോ കുറെ നിഷ്പക്ഷപാതികളായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും അദാനിയ കമ്പനിയിൽ സെബി ചെയർപേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് പ്രോബ്ലം എന്ന്. നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഒരു സെബി ചെയർപേഴ്സണെ പോലത്തെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ചാൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ സാധാരണ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ സാധാരണ ചെറിയ രീതിയിൽ ഇൻഫോർമേഷൻ എടുക്കുന്ന ആൾക്കാർ എനിക്കറിയാവുന്ന ഒരു നല്ലൊരു വ്യക്തി ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വലിയൊരു എംപ്ലോയി ആണ്, വലിയൊരു നോളജ് ഉള്ള ആളാണ്, ഇവർ ഈ കമ്പനിയിൽ വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൊറിഞ്ചു വലിയെടുത്ത് പോലത്തെ ഇൻവെസ്റ്റേഴ്സ് ഇവർ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യൂസസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മളെപ്പോലത്തെ സാധാരണ ഇൻവെസ്റ്റേഴ്സ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഓൾറെഡി പ്രോഫിറ്റിൽ നിൽക്കുന്ന കമ്പനികളിലേക്ക് നമ്മളുടെ ഫണ്ട് വന്ന് റീറ്റെയിലേഴ്സ് ഏറ്റവും താഴെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ന്യൂസോ അല്ലെങ്കിൽ ഒരു ഇവന്റോ വരുന്ന സമയത്ത് ഇവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും സ്റ്റോക്കിന്റെ വില താഴത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമ്മളെ പോലെ സാധാരണ ന്യൂ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ ട്രാപ്പുകളിൽ പെടാനും അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് ഒരു 10,000 രൂപ ഇട്ടിരുന്നെങ്കിൽ അത് ഒറ്റയടിക്ക് ഒരു 5,000 രൂപയിലേക്കൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്.